നമുക്ക് ഈ ഒരു ഡാറ്റ ശ്രദ്ധിക്കാം. ഈ ഒരു ഡാറ്റയിൽ സെയിൽസ്മാൻമാരുടെ എണ്ണമുണ്ട്. 200 സെയിൽസ്മാൻമാരുണ്ട്. അതേപോലെ തന്നെ 1997 മുതൽ 2021 വരെയുള്ള അവരുടെ ഡാറ്റയും ഉണ്ട്. ഒരു സെയിൽസ് ഡാറ്റയാണ് സങ്കല്പിക്കുക. നമുക്ക് താഴോട്ട് ഓരോ ഡേറ്റയും എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പൊക്കത്തിലത്തെ ടോപ്പിലെ ഇയർ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് ഈ ഒരു വ്യൂ ടാബിൽ ഫ്രീസ് പെയിൻസ് ഉണ്ട്. ഈ ഫ്രീസ് പെയിൻ വന്നിട്ട് ടോപ്പ് റോ ഫ്രീസ് ചെയ്യുകയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ താഴോട്ട് പോകുമ്പോൾ ആ പൊക്കത്തിലത്തെ ടോപ്പ് റോ നമുക്കവിടെ സ്റ്റില്ലായിട്ട് ഫ്രീസ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡേറ്റ ഇങ്ങോട്ട് താഴോട്ട് എൻ്റർ ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ നമുക്ക് വേണ്ടത് മറ്റൊരു കാര്യമാണ്. നമുക്ക് ഈ താഴെ ടോട്ടലുണ്ട്. ഈ ടോട്ടല് ഒരു റൗണ്ട് ഫിഗർ ആക്കണം. എല്ലാത്തിൻ്റെയും ടോട്ടൽ ഒരു റൗണ്ട് ഫിഗർ ആക്കണം. എന്നാൽ നമുക്ക് ആദ്യത്തെ ഒരു 10 സെയിൽസ്മാൻമാരുടെ ഡേറ്റയെ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു 10 സെയിൽസ്മാൻമാരുടെ ഡേറ്റ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ താഴത്തെ ടോട്ടൽ കോളം നമുക്കൊരു റൗണ്ട് ഫിഗേഴ്സിലോട്ട് എത്തിക്കണം. അതിനായിട്ട് നമ്മൾ എന്താ നോർമൽ ചെയ്യുക? നമ്മൾ ഇവിടെ ഒരു വാല്യൂ ഇട്ട് കൊടുക്കും. താഴെ ഒരു ഓരോ കോളത്തിലും അല്ലെങ്കിൽ ഓരോ സെല്ലിലും നമ്മൾ ഓരോ ഡേറ്റ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും താഴെ പോയി നോക്കണം ടോട്ടൽ ഒരു റൗണ്ട് ഫിഗർ ആയോ ഇല്ലയോ എന്ന്. എന്നാൽ നമുക്ക് അതിന് പകരം എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കുണ്ട്. ആ ഒരു കാര്യം ചെയ്യുന്നതിനായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ടോട്ടൽ കോളം ഇത് സം ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ടോട്ടൽ കണ്ടിരിക്കുന്നത്. ഈ ഒരു ടോട്ടൽ ഉള്ള ഈ റോ മൊത്തം നമ്മൾ സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഈ 202 എന്ന് പറഞ്ഞ ഈ റോ ഉണ്ട്. ഈ റോ ഇങ്ങനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യില്ല. ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഡാറ്റ ഇല്ലാത്ത റോകളും കൂടെ പിക്ക് ചെയ്യും. അതുകൊണ്ട് നമുക്ക് വേണ്ട ഡാറ്റ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളിത് കൺട്രോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ഏരിയ മൊത്തം സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. നമ്മളിനി ഗ്രൂപ്പിലോട്ട് വരിക. നമുക്ക് ഈ 10 പേരുടെ ഡാറ്റ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ അനുവാദമുള്ളൂ. 11ാമത്തെ ഡാറ്റയുടെ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ഈ താഴോട്ട് എവിടെയെങ്കിലും നമുക്ക് ഈ ഒരു ടോട്ടൽ ഫിഗർ കാണണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ക്യാമറ ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ക്യാമറ ടൂളെ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ഈ 10ന് താഴെ എവിടെയെങ്കിലും വന്നിട്ട് ചെറിയൊരു സ്ക്വയർ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അവിടെ താഴത്തെ ആ ടോട്ടൽ ഫിഗർ ഇവിടെ വന്ന് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇതൊരു സ്ക്രീൻഷോട്ട് അല്ല, ഇതൊരു നോക്കുക. ഈ ഒരു സെൽ റെഫറൻസ് നോക്കിയേ, ഒരു ഫോർമുല തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇത് നമുക്കിവിടെ ചേഞ്ച് വരുത്തിയാൽ ഈ ഒരു ഡേറ്റയിലും അത് റിഫ്ലക്റ്റ് ആകുന്ന കാണാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4200 കൊടുക്കുകയാണ്. ഈ ടോട്ടൽ ഫിഗർ ശ്രദ്ധിക്കുക, അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടുത്തെ ഡേറ്റ നോക്കുക, ഈ ഡേറ്റയും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ താഴത്തെ ആ ടോട്ടൽ നമുക്ക് വേണ്ടിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാം. ഈ ക്യാമറ ടൂൾ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് വെച്ചാൽ, ജസ്റ്റ് ഈ ഒരു ടാബിൻ്റെ ഇവിടെ വന്നിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിക്കാം. കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുക്കുമ്പോൾ ഇവിടെ ഉണ്ട് പോപ്പുലർ കമാൻഡ്സ് ആണ് ഡിഫോൾട്ട് കിടക്കുന്നത്. ഇത് മാറ്റി ഓൾ കമാൻഡ്സ് കൊടുക്കുക. അപ്പം എ ടു Z ഓർഡറിൽ കുറേ ടൂൾസ് കമാൻഡ്സ് ഇവിടെ വരുന്നതാണ്. അതിൻ്റെ അകത്ത് ക്യാമറ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, ക്യാമറ കമാൻഡ് ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇവിടെ നമുക്കൊരു ക്യാമറ ടൂള് എനേബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ക്യാമറ ടൂൾ ആക്സസ് ചെയ്തുകൊണ്ട് താഴോട്ട് ഡേറ്റ പോകാതെ ആ ടോട്ടൽ ഫിഗർ നമുക്ക് ഇവിടെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം. ടോപ്പ് റോ ആയിരുന്നെങ്കിൽ നമുക്കിത് ഫ്രീസ് പെയിൻ ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു. എന്നാൽ ഈ ഒരു കേസിൽ ഡേറ്റ ധാരാളം ഉള്ളപ്പോൾ നമുക്ക് ആ ടോട്ടൽ ഫിഗർ ഇങ്ങോട്ട് കാണാൻ നമുക്ക് വേണ്ട എവിടെയാണോ അവിടെ വെച്ച് നമുക്ക് ഡേറ്റകൾ ചെയ്യാനായിട്ട് ഈ ഒരു ക്യാമറ ടൂൾ ഉപയോഗിക്കാം. ഓക്കെ.